കുട്ടികളാണ് ഇത്ര ബഹളം ഉണ്ടാക്കുന്നത്. ഇതുവരെ ഒരു ക്ലാസ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറില്ല. യുകെജിയിലെ കുട്ടികൾ തന്നെയാണ് ഇവർ. സോറി മാം, ഞാൻ പറഞ്ഞോണ്ട് അവരോട് സൈലന്റ് ആയിട്ടിരിക്കാന്. ഇനി മേലാൽ അവരിങ്ങനെ ബഹളം വെച്ചിരിക്കാതെ എന്റെ സ്കൂളിനെ അത് ബാധിക്കും. യെസ് ടീച്ചർ, ഞാൻ ശ്രദ്ധിച്ചോണ്ട്. നിങ്ങൾക്ക് അതിന് പറ്റിയില്ലെങ്കിൽ പറയൂ, ഞാൻ വേറെ ടീച്ചറെ വെച്ചേക്കാം. ഇല്ല ടീച്ചർ, ഞാൻ ശരിയാക്കിക്കോളാം. പുതിയ കുട്ടിയാണല്ലോ. ഏത്? അത് നമ്മുടെ ഉണ്ണിമോളല്ലേ? ഉണ്ണിമോളല്ലേടാ, അപ്പുറത്തിരിക്കുന്നത്. എന്റെ ചക്കി അപ്പുറത്തിരിക്കുന്നത് അത് പുതിയ കുട്ടിയാ. പക്ഷെ പേര് ഓർമ്മയില്ല. പുതിയ കുട്ടിയാ. കൊള്ളാലേ. ഒന്ന് പോടാ. ചക്കിമോളെ, നിന്റെ കുഞ്ഞുവാവ എന്ത് പറയുന്നു? അയ്യേ, കുഞ്ഞാവ സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല, പിന്നെ എങ്ങനെ എന്ത് പറയാനാ? കുഞ്ഞാവ കളിക്കോ ചിരിക്കോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പറഞ്ഞാലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റൂ. കുഞ്ഞാവ കളിക്കും ചിരിക്കും, എന്റെ മടിയിൽ വരെ ഇരിക്കും. മടിയിൽ ഇരുന്നത് എന്ത് ചെയ്യാന്നറിയോ? എന്നോടാരെങ്കിലും ചോദിച്ചാൽ കുട്ടാ ഉണ്ടാ വന്നിക്ക. ചട്ടി വേണ്ട, ഞാൻ പറഞ്ഞു കൊടുക്കും. വെറുതെ എന്റെ മെക്കെട്ട് കയറാൻ വരണ്ട നീ. അനക്കുണ്ടായിരുന്നൂടെ? ഞങ്ങൾ പറയുന്നതിന് പറയാൻ വരുന്നത് വർത്തമാനം പറയാൻ വന്നിക്ക. ഫ്രണ്ട്സ്, ഇത് കണ്ട നിറയെ ചോക്ലേറ്റാ. ഇത്രയധികം ചോക്ലേറ്റോ? ഇത് നിനക്ക് ആരാ തന്നെ? ഇതെനിക്ക് അഞ്ചേച്ചിയുടെ ചേട്ടൻ എനിക്ക് തന്നതാണല്ലോ. സ്കൂളിലെ കുട്ടികൾക്ക് മിഠായി കൊടുത്തോന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തന്നതാണല്ലോ. സത്യം പറഞ്ഞോ, ഇത് നീ വീട്ടിൽ നിന്ന് കട്ടെടുത്തതല്ലേ? എനിക്ക് അതിന്റെ പണിയൊന്നുമില്ല. ഇത് ചേച്ചിയുടെ കുഞ്ഞാവ ഉണ്ടായിന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് ചേട്ടൻ തന്നതാ. എനിക്കാരും ഒന്നും തന്നില്ലല്ലോ, എന്നോട് പറയും ചെയ്തില്ലല്ലോ. അതിന് നീ എപ്പോഴെങ്കിലും വീട്ടിലുണ്ടോ? ഏത് നേരിയ തൊയ്ത്തിലാണ് പശുവിന്റെ കൂടെ, പശുവിന്റെയും പശുക്കുട്ടിയും കൂടെ. എന്തൊരു കഷ്ട. ഗൗരിക്ക് ഞാന് 2 എണ്ണം തരാട്ടോ. എന്നാട്ടുണ്ട് മോളെ, നീ എടുത്തു ഒരെണ്ണം. ചക്കി, എനിക്ക് 2 എണ്ണം തരൂ. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. തൽക്കാലം നീ ഒരെണ്ണം എടുക്ക്. ഇന്നാ നിങ്ങളും ഓരോന്ന് എടുത്തോ. എനിക്കൊന്നും വേണ്ട നിന്റെ ചോക്ലേറ്റ്. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? സൈലന്റ് ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഏത് നേരം ബഹള. ഇവിടുത്തെ ബഹളാണ് അങ്ങ് സ്റ്റാഫ് റൂമിലേക്ക് വരെ കേൾക്കാം. മിസ്സിന്റെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്ക് കേട്ടു. ചോക്ലേറ്റ് എന്റെ ചേച്ചിയുടെ കുഞ്ഞാവ വന്നു, അതിനാ ചോക്ലേറ്റ്. ആരാ പറഞ്ഞ ക്ലാസ് റൂമിൽ ചോക്ലേറ്റ് കൊടുക്കാന്? നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ചോക്ലേറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന്? സ്കൂളിൽ അലൗഡ് അല്ലെന്ന് പറഞ്ഞതല്ലേ? അത് പറഞ്ഞാലല്ലേ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞാലും കൊണ്ടുവരുന്നില്ലല്ലോ. അത് പറഞ്ഞാലല്ലേ ഇത് കുഞ്ഞാവ ഉണ്ടായിനാ. എന്തായാലും ഇന്റർവെല്ലിന്റെ സമയത്തല്ലേ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുക. ആരാ ക്ലാസ് ടൈമിൽ ചോക്ലേറ്റ് കൊടുക്കാൻ നിന്നോട് പറഞ്ഞത്? എന്തായാലും ഞാൻ ഇപ്രാവശ്യം ക്ഷമിച്ചിരിക്കുന്നു. ചേച്ചിക്ക് എന്ത് വാവയാണ്? നല്ല കുറുമ്പിക്കുട്ടി, നല്ല കുഞ്ഞു വാവയാണ്, നല്ല കുഞ്ഞു പെണ്ണ്. ആഹാ, പെൺകുട്ടിയാണോ? അപ്പൊ നമ്മുടെ ചക്കിമോളോട് കളിക്കാനുള്ള ആളായല്ലോ. അതെ അതെ, എന്റെ കൂടെ കളിക്കാനൊക്കെ വരും. ഇനി ഇങ്ങനെ ക്ലാസ് ടൈമിലൊന്നും ചോക്ലേറ്റ് കൊടുക്കരുത് കേട്ടോ. ഇന്റർവെല്ലില് ചോക്ലേറ്റ് ഇങ്ങോട്ട് അലൗഡേ അല്ല. എന്തായാലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇപ്രാവശ്യത്തേക്ക്. അല്ല, ആരാ ഇരിക്കുന്നത്? കുറെ നാളായാലോ കണ്ടിട്ട്. സ്കൂള് തുറന്നിട്ട് ഈ വഴി എന്നെ വന്നിട്ടില്ലല്ലോ. എന്താണ് മണിക്കുട്ടാ, ഇനി ഈ വഴിക്കൊന്നും കണ്ടതേ ഇല്ലല്ലോ. അത് ടീച്ചർ, ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ വിരുന്ന് പോയിക്കായിരുന്നു. അത് മനസ്സിലായി. സ്കൂള് തുറന്നത് നിനക്ക് അറിയാമേലായിരുന്നോ? അതെ, പശുക്കിടാവ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വരാതിരുന്നത്. നമുക്ക് അങ്ങനെ പശുക്കിടാവിനൊക്കെ കൊഞ്ചിച്ചോണ്ട് ഇങ്ങനെ നടന്നാ മതിലേ, പഠിക്കൊന്നും വേണ്ടാലേ. ഞാൻ പഠിക്കുന്നുണ്ട് ടീച്ചർ. അപ്പൊ നോട്ട്സ് ഒക്കെ എഴുതിയിരിക്കണം കേട്ടോ. ഒരുപാട് നോട്ട്സ് എഴുതിയിട്ടുണ്ട് അവർക്ക്. എല്ലാ നോട്ട്സ് നീ കറക്റ്റ് ആയിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിരിക്കണം. നോട്ട്ബുക്ക് ഒക്കെ വാങ്ങിച്ചിട്ടില്ലേ? ആ ടീച്ചർ, നോട്ട്ബുക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏതുവരെ എടുത്തത്? നമ്മളിന്ന് സ്പെല്ലിംഗ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? 5 വേർഡ്സിന്റെ സ്പെല്ലിംഗ് എല്ലാവരും പഠിച്ചു വന്നിക്കണോ? എന്തായാലും ഒന്നും ഉണ്ടാത്തത്? പഠിച്ചു വന്നിരിക്കണോന്ന്? എന്താ കുറച്ച് പഠിച്ചു വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. അപ്പൊ നിങ്ങൾ അത് കുറച്ചാണോ കഴിക്കുക, അതത് മുഴുവൻ കഴിക്കോ? അപ്പൊ പഠിക്കണതും അങ്ങനെ തന്നെ, മുഴുവൻ പഠിക്കണം. പകുതി പഠിച്ചാ പോരാ കേട്ടാ. എന്തായാലും ശരി, 5 മിനിറ്റ് സമയം തരാം. വേഗം സ്പെല്ലിംഗ് ഇരുന്ന് പഠിച്ചേ. ഞാൻ ഓരോരുത്തരോടായിട്ട് ചോദിക്കും. അത് ഞാൻ ഡിക്റ്റേഷൻ എടുക്കണോ? വേണ്ട, ചോദിക്കാം. എന്നിട്ട് നാളെ നമുക്കത് ഡിക്റ്റേഷൻ എടുക്കാം. എങ്ങനെ? എഴുതല് നമുക്ക് നാളെ വാ. നമുക്ക് ഇന്ന് ചോദിക്കാട്ടോ. 5 എണ്ണം വേഗം ഇരുന്ന് പഠിച്ചേ. ഡക്ക്, ഈഗിൾ, അംബർല, എലിഫന്റ്, ഇതൊക്കെ പഠിക്കാൻ വന്നത്. വേഗം പഠിക്ക്. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, പാരറ്റ്. അങ്ങോട്ട് വേഗം പഠിക്കട്ടാ. ഇല്ല, ബാഗിൽ വെച്ചേക്ക. വീട്ടിൽ പോയിട്ട് കഴിച്ചോട്ടെ, ഇനി ബെല്ലടിക്കില്ലേ? ചക്കി, എന്താ അവിടെ? പഠിക്കാൻ വന്ന് പഠിച്ചിരിക്കണം. അങ്ങോട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കില്ല. സംശയം ചോദിക്കായിരുന്നു. ഈഗിളിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിക്കായിരുന്നു. ടെക്സ്റ്റ് ഉണ്ടല്ലോ, ടെക്സ്റ്റ് നോക്കി വായിക്കി. ഇനി നീ എന്നോടൊന്നും ചോദിക്കല്ല കേട്ടോ, ടീച്ചർ കണ്ടുപിടിക്കും. ഒന്നിമോള് പറഞ്ഞോ. പറയാ, ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെക്കി. ടക്കിന്റെ സ്പെല്ലിംഗ് പറ. ഈഗിൾ.
യു എം യു എം ബാക്കി ആരാ പഠിക്കാ? എന്താ എത്ര നേരമായിട്ട് പഠിക്കാനേ? ഞാൻ ഇന്നലെ പഠിക്കാൻ പറഞ്ഞല്ലേ? മറന്നുപോയി, പഠിച്ചതായിരുന്നു, മറന്നുപോയതാ ടീച്ചർ. ഇരിക്കവിടെ, അത് എഴുതി പഠിക്കിരുന്നിട്ട് കരയണ്ട. നമ്മളെ ബുക്ക് എടുത്തിട്ട് അത് എഴുതിട്ടാ. ശരി ടീച്ചർ. വെല്ലടിച്ചാ മതിയായിരുന്നു. 3 മണി ആയില്ലേ? നീ വാച്ച് കെട്ടിട്ടുണ്ടോ? ഇല്ല, കെട്ടിട്ടില്ല. നിനക്കൊക്കെ ഒരു വാച്ച് കെട്ടിക്കൂടെ? മോളെ പറഞ്ഞേ. ഡക്ക്. DUCK ഡക്ക്, താറാവ്. EAGLE ഈഗിൾ, പരുന്ത്. അംബർല. UMBRLLA അംബർല, കുട. എലിഫന്റ്. ELEPHANT എലിഫന്റ്, ആന. PARROT പാരറ്റ്, തത്ത. വെരി ഗുഡ്. അംബർല ഒന്ന് ശരിയാക്കിട്ടോ. UMBRELLA. ഈ പറഞ്ഞില്ല കേട്ടോ. ശരി ടീച്ചർ. ഗൗരിക്കുട്ടി പഠിച്ചോ? പഠിച്ചു. പറഞ്ഞോളൂ. അടുത്തത് ഞാനാണല്ലോ, എനിക്കറിയില്ല. DUCK ഡക്ക്, താറാവ്. UMBRELLA അംബർല, കുട. ELEPHANT. ബാക്കിയുള്ളവര് നാളെ എന്തായാലും പഠിച്ചിട്ട് വരണം. നാളെ ഞാൻ ഡിക്റ്റേഷൻ എടുക്കൂട്ടോ. അമ്മ, കുഞ്ഞാവ് ഉറങ്ങിയെന്ന് തോന്നേ. ആവൂ, ഇത്ര നേരം കിടന്ന് കളിക്കാം. മനുഷ്യനൊരു പോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചില്ല. ഒന്ന് കിടന്നുറങ്ങോ. അതെങ്ങനെ? ഒന്ന് ഉറങ്ങുമ്പത്തേനും ഓരോരുത്തർ കുഞ്ഞിനെ കാണാൻ വരികയല്ലേ. അപ്പൊ കുഞ്ഞ് എണീക്കും. ഇനി കുറച്ചു നേരം മയങ്ങാം. സ്കൂള് വിട്ടാലേ പിള്ളേര് വരും. അതിന് മുന്നേ കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങണം. മോളാനു, നീ കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങിക്കോ. പിള്ളേര് വന്നാൽ പിന്നെ കുഞ്ഞിനെ എണീപ്പിക്കും. അതുവരെ നിനക്ക് കുറച്ചു നേരം കിടന്നുറങ്ങാം. ശരി അമ്മ. ഇത്തിരി നേരം ഒന്ന് കിടക്കാന്ന് വിചാരിച്ചപ്പോ ഇത് പാഴായി. അമ്മ, ആന്റീനെ കാണുന്നില്ലല്ലോ. വരും ആന്റി ഇപ്പൊ വരൂട്ടോ. ഞാൻ എപ്പോഴും കുട്ടീനെ കാണാൻ വരണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. ഇന്നിപ്പോ മോള് ആന്റിയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് ഒന്ന് വരണമെന്ന് വിചാരിച്ചേ. മോളെ, നമ്മൾ കുഞ്ഞാവനെ കാണാനല്ലേ വന്നിരിക്കുന്നത്. കുഞ്ഞാവ് ഉറങ്ങല്ലേ? ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് പോവാ. നീ ഇപ്പൊ വീട്ടിൽ നിന്ന് കരഞ്ഞിട്ടല്ലേ വന്നത് ആന്റീനെ കാണണം പറഞ്ഞിട്ട്? എനിക്ക് വീട്ടിൽ പോണം. മോൾക്ക് ആന്റി പാവ കൊണ്ടുവന്നാലോ മോളെ? ആയ് പാവ, എനിക്ക് നല്ല ഇഷ്ടം. എനിക്ക് കൊണ്ടുവരാ. സത്യമോളെ പാവ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആയ് ഇടമോളൂ പാവ. ആന്റി, എനിക്കിത്